യുക്രൈനെതിരെ മാരകമായിട്ടുള്ള ആയുധം റഷ്യ പ്രയോഗിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രധാനമായിട്ടും 550 ഡ്രോണുകളും ഉപയോഗിച്ച് വൻ ആക്രമണമാണ് റഷ്യ നടത്തിയത്. ഇത് ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണം ഇപ്പോൾ യുക്രൈന് പുതുമയുള്ള ഒരു ആക്രമണമല്ല. എന്നാൽ റഷ്യ രാസായുധം പ്രയോഗിച്ചിരിക്കുന്നു യുക്രൈനെതിരെ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. യുക്രൈനെതിരായ യുദ്ധത്തിൽ രാസായുധ ആക്രമണങ്ങൾ റഷ്യ വർദ്ധിപ്പിച്ചു. ഡച്ച് ജർമ്മൻ ഇന്റലിജൻസ് ആണ് ഇത് അവകാശപ്പെടുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ പുതിയ യുദ്ധതന്ത്രം എടുക്കുകയാണ്. ഹോളണ്ട് ഞെട്ടിക്കുന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. രാസായുധങ്ങളുടെ ഉപയോഗം തുടർച്ചയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യ. ഇതോടൊപ്പം 550 ഡ്രോണുകളും 11 മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ഒരേ സമയം യുക്രൈനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. കീവിനെതിരെയും മുഴുവൻ യുക്രൈനെയും നശിപ്പിക്കാൻ ആഗ്രഹിച്ചതുപോലെ റഷ്യ രാത്രികാലങ്ങളിൽ മുഴുവൻ സമയ ആക്രമണത്തിൽ ഇപ്പോൾ ഏർപ്പെടുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ രാസായുധം ഉപയോഗിച്ചുവെന്ന അവകാശവാദം ആദ്യമായി ലോക രാജ്യങ്ങൾക്കിടയിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഡച്ച് ജർമ്മൻ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് സ്ഥിരീകരിച്ചു. ഉൾക്കടലിൽ നിന്ന് സൈനികരെ ഒഴിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശ്വാസം മുട്ടൽ ഏജന്റും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ റഷ്യ രാസായുധങ്ങളുടെ ഉപയോഗം തുടർച്ചയായി വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ആയുധങ്ങൾക്ക് പകരമായി അവ ഉപയോഗിക്കാനും സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളിലെയും സർക്കാരുകൾ റഷ്യക്കെതിരെ കർശനമായിട്ടുള്ള ഉപരോധങ്ങൾക്കാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. യുക്രൈനുമായിട്ടുള്ള 1000 കിലോമീറ്റർ മുൻനിരയിൽ ശത്രു സൈന്യത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യ ആക്രമണം ആരംഭിച്ചത്. എന്നിരുന്നാലും മിക്ക റഷ്യൻ ഡ്രോണുകളും യുക്രൈൻ വെടിവെച്ച് വീഴ്ത്തിയതായാണ് അവകാശപ്പെടുന്നത്. 11 മിസൈലുകളിൽ 9 എണ്ണം യുക്രൈനെ ആക്രമിക്കാൻ കഴിഞ്ഞു, അതായത് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു. യുക്രൈനിലെ ഡിനിപ്രോ പെട്രോവിസ്ക്, സുമി, ഖാർഗേവ്, ചെർണിവ്സ്കി, കീവ് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തി റഷ്യ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തി. തലസ്ഥാനത്തെ 10 ജില്ലകളിൽ 5 എണ്ണം ബാധിക്കപ്പെട്ടതായ അടിയന്തര സേവനങ്ങൾ ഇപ്പോൾ അറിയിച്ചു. ആക്രമണങ്ങളിൽ യുക്രൈനിൽ 23 പേർക്ക് വലിയ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. 2 ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ 270 ലക്ഷ്യങ്ങൾ യുക്രൈന്റെ വ്യോമ പ്രതിരോധ സേന വെടിവെച്ച് വീഴ്ത്തി. റഡാറിൽ നിന്ന് 208 ലക്ഷ്യങ്ങൾ അപ്രത്യക്ഷമായി, അവ തടസ്സപ്പെടുത്തിയതായി കരുതുന്നു. എന്നിരുന്നാലും 9 റഷ്യൻ മിസൈലുകളും 63 ഡ്രോണുകൾ യുക്രൈനിൽ ആക്രമണം നടത്താൻ കഴിഞ്ഞു. പോരാത്തതിന് തടഞ്ഞു നിർത്തപ്പെട്ട ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ 33 സ്ഥലങ്ങളിൽ കിടക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു മിസൈൽ പതിച്ചപ്പോൾ 14 നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടം തീജ്വാലയിൽ മുങ്ങിയതായി യുക്രൈനിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നു. എന്തായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിൽ ഫോൺ സംഭാഷണം ഉടനടി തന്നെ ഈ സമയത്ത് നടന്നു. ഇത്തവണ ട്രംപ് വിളിച്ചപ്പോൾ ഒരു പ്രധാന പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പുടിൻ. എന്നാൽ ട്രംപുമായി സംസാരിക്കാൻ അദ്ദേഹം പരിപാടി പകുതിയിൽ നിർത്തി വേദി വിട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ട്രംപിനെ കാത്തിരിക്കുന്നത് ശരിയല്ലെന്ന് പുടിൻ ലഘുവായ സ്വരത്തിൽ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് അസ്വസ്ഥനായാൽ എന്തും ചെയ്യും എന്നാണ് പുടിൻ പറഞ്ഞത്. നേരത്തെ പുടിനെ ഡൊണാൾഡ് ട്രംപ് വട്ടൻ അഥവാ ഭ്രാന്തൻ എന്നാണ് അഭിസംബോധന ചെയ്തത്. എന്തായാലും പരിപാടിയുടെ മധ്യത്തിൽ പുടിൻ പറഞ്ഞത്, ദയവായി അസ്വസ്ഥനാകരുത്, നമുക്ക് എപ്പോഴും സംസാരിക്കാം. എന്നാൽ ട്രംപിനെ കാത്തിരിക്കുന്നത് അല്പം വിചിത്രമായി തോന്നുന്നു, അദ്ദേഹം അസ്വസ്ഥനാകും. പുടിൻ്റെ വാക്കുകൾക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പൊട്ടിച്ചിരിച്ചു. അതായത് ട്രംപിനെ ട്രോളിക്കൊണ്ടാണ് പറഞ്ഞത്. കാരണം എന്ത് ചെയ്യുമെന്നറിയാൻ സാധിക്കില്ല, വാവിട്ട വാക്കാണ് അല്ലെങ്കിൽ വാവിട്ട വായയാണ് ട്രംപിന് എന്നാണ് യഥാർത്ഥത്തിൽ പുടിൻ പറഞ്ഞത്. മോസ്കോയിൽ സംഘടിപ്പിച്ച സ്ട്രോങ് ഐഡിയാസ് ഫോർ എ ന്യൂ ടൈമിനിടെയാണ് ഈ സംഭവം നടന്നത്. പുടിൻ അവിടെ ഒരു പാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു. ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പുടിൻ സദസ്സിനോട് ക്ഷമാപണം നടത്തുന്നതും ട്രംപിന്റെ കോൾ സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറയുന്നതും കാണാം. എന്തായാലും ട്രംപ് പുടിനോട് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ പുടിൻ അതൊന്നും തന്നെ മുഖവിലേക്കെടുത്തില്ല. ആക്രമണം തുടരാനുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ റഷ്യ അവലംബിച്ചു വരുന്നത് എന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.